ബീച്ചിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊയിലോൺ ബ്രാഞ്ചും അസീസിയ ഡെന്റൽ കോളേജും സംയുക്തമായാണ് ബോധവൽക്കരണം നടത്തിയത്. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊയിലോൺ ബ്രാഞ്ചും അസീസിയ ഡെന്റൽ കോളേജും സംയുക്തമായി കൊല്ലം ബീച്ചിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം മാരകമായി ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് കണക്കെടുത്താൽ ദിവസം 10,000 പേരെങ്കിലും ഇതുമായി ഉണ്ടാകുന്ന രോഗങ്ങളാൽ മരണമടക്കം സംഭവിക്കുന്നുണ്ട്. 50 ലക്ഷത്തോളം ആളുകൾ വർഷത്തോറും ഇതുമായി ബന്ധപ്പെട്ട് മരിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് ഡോക്ടർമാർ കൃത്യമായി നമ്മളെ ബോധവൽക്കരിക്കാറുണ്ട്. സിനിമാ തിയേറ്ററിലൊക്കെ ദൃശ്യങ്ങളിലൂടെ ഒരുപാട് സ്ഥലത്ത് പൊതുജനം കൂടുന്ന എല്ലാ സ്ഥലത്തും കാണിക്കാറുണ്ട്. പക്ഷേ ലോകത്ത് പുകയില പോലെയുള്ള അതുമായി ബന്ധപ്പെട്ട കൃഷി നടത്തി അതിന് വ്യവസായമായി നടത്തുന്ന ആളുകളടക്കം പലയിടത്തുമുണ്ട്. ഈ വിപത്തിന്റെ വേരറക്കുക എന്നുള്ളത് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണ്. ഈ ദിവസത്തെ പുകയില ദിനമായി ആചരിക്കുന്നത് പോലും ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും ഒപ്പം ഇതിനെതിരായ കർശന നടപടികൾ എടുക്കുവാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുവാനുമാണ്. തീർച്ചയായും കേരളത്തിലെ UDF സർക്കാർ, പുതിയ ശ്രീ VD സതീശൻ സർക്കാർ കർശനമായി ഈ കാര്യത്തിൽ നടപടികളും നിലപാടുകളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അംഗങ്ങൾ ആശ്രാമം ഗ്രൗണ്ടിൽ നിന്ന് കൊല്ലം ബീച്ചിലേക്ക് കാർ റാലി സംഘടിപ്പിച്ചാണ് പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. IDA കൊയിലോൺ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ നിഷാദ, ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജോൺ ഷിബു, CDH കൺവീനർ ഡോക്ടർ അമിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.